ഇപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് റാഗി ഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ മാവ് കുഴച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഏത് തരം ആയാലും, ഇപ്പം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ എടുത്തതേ ഉള്ളൂ, ഒരു 1.5 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ എത്രയാണോ ഫ്ലോർ എടുക്കുന്നത് അതേ അളവിൽ തന്നെ വെള്ളം വെച്ചിട്ട് ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം ഫ്ലോറിന് വേണ്ട ഉപ്പ് ഇപ്പം തന്നെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിത് ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ പൊടി ഇടുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നിൽക്കേണ്ടത് കേട്ടോ. നല്ലപോലെ വെട്ടി തിളയ്ക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ നമുക്കിതിലേക്ക് റാഗി ഫ്ലോർ ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. ഈ സമയത്ത് ഒന്ന് ഫ്ലെയിം കുറയ്ക്കാം, മീഡിയത്തിലേക്ക് വെക്കാം, എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. നമ്മൾ തവി വെച്ചിട്ട് തന്നെ പറ്റാവുന്ന വിധത്തിലൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതായത് നല്ലപോലെ പൊടിയെല്ലാം മിക്സ് ആവുന്ന വിധത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇത് ഒന്ന് തണുത്ത് വരണം. തണുത്ത് വന്നതിന് ശേഷം ഒന്നും കൂടെ കൈവച്ച് നല്ലപോലെ കുഴച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക. ഇതിപ്പം ചൂടുണ്ടോയെന്ന് ചോദിച്ചാൽ ചൂടുണ്ട്, നമുക്ക് പക്ഷേ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ തിളച്ച വെള്ളത്തിലിട്ടിട്ടാണല്ലോ വാട്ടിയെടുക്കാന്നാ പറയാം. അപ്പം തന്നെ വെന്ത് കഴിഞ്ഞതാണ്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നല്ലപോലെ എത്രത്തോളം കുഴയ്ക്കുന്നോ അത്രത്തോളം നൈസായിട്ട് വരും കേട്ടോ. കുറച്ച് എടുത്തിട്ട് ബോൾസ് ആക്കുകയാണ്. നമുക്ക് എത്ര വലിപ്പം വേണം എന്നുള്ളത്. ഇപ്പം നമ്മൾ പ്രഷറിലാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് അങ്ങനെയും പരത്തിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ഇഷ്ടം പോലെ, അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നൈസായിട്ട് കിട്ടും. ഇങ്ങനെ പരത്തിയെടുക്കാം. അപ്പം എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ 1.5 കപ്പ് എടുത്തു. ഇപ്പോൾ ഒരു എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ പ്രഷറിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ആദ്യം ഒന്ന് ഓയിൽ തടവി കൊടുത്താൽ പിന്നെ എല്ലാ പ്രാവശ്യവും തടവി കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പ്രഷറിൽ ഇങ്ങനെ ഓയിലാക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിന് അധികം ഓയിൽ ആവശ്യമില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പറ്റൊന്നും ചെയ്യാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് പ്രസ് ചെയ്തെടുക്കാം. നമുക്കിനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടി ഒരു തവ വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ചൂടായതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം നമ്മുടെ റാഗി വെച്ചുള്ള പത്തിരി റെഡി ആയിട്ടുണ്ട്. നല്ല നൈസാണ്. ഇതാ, ആഹാ, നല്ല നൈസാണ് കാണാൻ. ഞാനിത് നോക്കിയേ, ലെയറുകളൊക്കെ ഉണ്ട്. സൂപ്പറാണ്. പിന്നെ പറയണ്ടല്ലോ, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.